അപ്പോൾ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു ഖത്തർ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പള്ളിക്ക് നിന്ന് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് വെള്ളിയാഴ്ച മാത്രം വീഡിയോ എടുക്കുന്നതെന്ന്. വെള്ളിയാഴ്ച മാത്രമേ ലീവുള്ളൂ, ബാക്കിയുള്ള ദിവസമെല്ലാം പണിയുണ്ട്. എന്താ വിശേഷം? നിങ്ങളെ വിശേഷങ്ങൾ പറയൂ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഖത്തറിൽ വന്നിട്ട് 15 വർഷം പൂർത്തിയാകുന്നു ഇന്നേക്ക്. ഒരു ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് എത്തിയത്. ഓക്കെ, ഇപ്പോൾ 15 വർഷം ഖത്തറിൽ. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സംഭവം? ഞാൻ ഇന്നിങ്ങനെ ചിന്തിച്ച്, ഒരുപാട് കഥകളുണ്ട് പറയാൻ, ഒരുപാട് വേദനിക്കുന്നതും സന്തോഷം നിറഞ്ഞതും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അത് എല്ലാം ഇപ്പോൾ പറയുന്നില്ല, ഘട്ടം ഘട്ടമായിട്ട് ഓരോ വെള്ളിയാഴ്ച പറയാം. പിന്നെ ഖത്തറിലെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂട് ചെറുതായിട്ട് കുറഞ്ഞിന്, പക്ഷെ നല്ല വെയിലുണ്ട്, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നേരെ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയിട്ട് നമ്മളെ ഷാക്കിറിൻ്റെ ബിരിയാണിയും കഴിച്ച് ഒരു പെപ്സിയും കുടിച്ചിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങും. വൈകുന്നേരം ഡ്യൂട്ടി ഉണ്ട്. ഇന്ന് കുറച്ച് സമയമുള്ളൂ, വെള്ളിയാഴ്ച കുറച്ച് സമയമുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇപ്പോൾ നല്ല ബിരിയാണി നമ്മളെ റൂമിലുള്ള നമ്മളൊരു സുഹൃത്ത് ഉണ്ടാക്കി തരുന്നതെന്ന്, കൂത്തുപറമ്പ് നെറുവേലിയുള്ള ഷാക്കിർ. നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന അതേ ബിരിയാണി ഫുഡ് ടേസ്റ്റ്. അപ്പോൾ നമ്മളെ സുഹൃത്താണ്, മൂപ്പറ ബിരിയാണി കഴിച്ചിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങണം ഒരു 2 മണിക്കൂർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഖത്തറിൽ? ഇതാണ് നമ്മളെ റൂമിലേക്കുള്ള വഴി. 2 വഴിയുണ്ട്. റൂമിലെത്തി. റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, മൊത്തത്തിൽ സെറ്റാക്കിയില്ല. അവിടെയൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. 2 ആളാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ താമസം. അങ്ങനെ റൂമിലെത്തി, ഭക്ഷണം കഴിച്ചു. ഇനിയൊരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ഇതൊക്കെയാണ് നമ്മളെ പ്രവാസികളെ ജീവിതം. ഞാൻ പറഞ്ഞല്ലോ 15 വർഷം എങ്ങനെ പോയി തന്നെ എനിക്ക് തന്നെ അറിയില്ല. താടിയെല്ലാം ഇപ്പം നരവ് തുടങ്ങി. പിന്നെ റൂമിലെത്തിയാൽ ഡ്രസ്സെല്ലാം അങ്ങ് കഴിക്കും, ബനിയനും തുണിയും ഉണ്ടാവുക. ഇതാണ് നമ്മൾ പ്രവാസികളുടെ രീതി. അത് അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഖത്തറിൽ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ല വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം പിന്നീട് വരും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ. ഇത് പള്ളി വിട്ടപ്പാടുള്ള ബ്ലോക്ക് തിരക്കാണ്. ഇവിടെ അങ്ങനെയാണ്, മൊത്തം റോഡ് ബ്ലോക്കായിരിക്കും പള്ളിൻ്റെ സമയത്ത്.